ഹലോ ഗൈസ്, ഇന്നൊരു പുതിയ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാനറിയാം, പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ കെട്ടാനൊന്നും അറിയില്ല കേട്ടോ. വീട്ടിൽ കൊച്ചിൻ്റെ തലയിൽ താജ്മഹൽ പണിയുന്ന ഞാനാണ്, പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് അങ്ങനെ കെട്ടാനറിയില്ല. ഇത് അപ്പുക്കുട്ടൻ കെട്ടിത്തന്നതാണ് കേട്ടോ. ഞാൻ കുറേ പറഞ്ഞിട്ടാണ് കെട്ടിത്തന്നത്. ചില സമയങ്ങളിൽ അവളിങ്ങനെ തലമുടി കെട്ടാനിരുന്ന് കഴിഞ്ഞാൽ ശരിയാവാറില്ല കേട്ടോ. ചില സമയങ്ങളിൽ ഇതെന്ന് പറയില്ലേ. ജോസ് വരാനിരുന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ വിളിച്ച കാരണം പുള്ളിക്കാരി അങ്ങോട്ട് പോയിട്ട് എന്തോ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ബേക്കറിയിൽ നിന്ന് ഞങ്ങളൊരു ജ്യൂസ് വാങ്ങിച്ചു കേട്ടോ. അത് ഞാൻ റൂമിൽ കൊണ്ടുവന്ന് കുടിക്കാമെന്ന് കരുതിയിട്ട് പാക്ക് ചെയ്ത് വാങ്ങിച്ചു. വലിയ മണ്ടത്തരമായിപ്പോയി എന്ന് എനിക്ക് തോന്നി, കാരണം കോഴി മുട്ടയിടാൻ നടക്കണ മാതിരിയായിരുന്നു ഞാനത് കൊണ്ട് നടന്നായിരുന്നു. അത് പ്രോപ്പറായിട്ടുള്ളൊരു ജ്യൂസ് വാങ്ങണൊരു ഗ്ലാസ്സിലല്ല അവർ തന്നത്. നോർമൽ ഒരു ഗ്ലാസ്സിനകത്ത് കവർ ചെയ്ത് തരിക ചെയ്ത്. അത് കാരണം അത് കൊണ്ടുവരൽ വലിയൊരു റിസ്ക് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അപ്പുക്കുട്ടന് ബുക്ക് വാങ്ങാനായിട്ട് കയറി. അതിൻ്റെ കൂടെ ഞാനും 1-2 ബുക്കും കൂടെ ഒക്കെ വാങ്ങിച്ചിട്ടോ. അവിടെ കയറി നിന്നപ്പോൾ അവിടുത്തെ ബുക്ക് എല്ലാ ചേട്ടനുണ്ടല്ലോ, ബുക്കിൻ്റെ കടയിലെ ചേട്ടനും അപ്പുറത്തെ കടയിലെ ചേട്ടനും കൂടെ വഴക്ക് കൂടുമായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അവരുടെ വഴക്ക് മാറിയതിന് ശേഷമാണ് കേട്ടോ ബുക്ക് കാര്യങ്ങളൊക്കെ നോക്കിയത്. തല്ലുകൂടണ ഒരു സമാധാനമായിട്ട് തല്ലുകൂടട്ടെ. നമ്മളെന്തിനാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണത്? ഇതൊക്കെ ഒരു രസമല്ലേ. അവർക്ക് ആ പറഞ്ഞ് തീർക്കാനുള്ളൊരു ദേഷ്യം തീരുകയാണെങ്കിൽ അങ്ങനെ തീരട്ടെ. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് കയറുന്ന ഫാൻസിയുടെ കടയാണത്. അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞൊരു കടയാണ് കേട്ടോ. അവിടുന്ന് ഞാൻ സെക്കൻഡ് സ്റ്റഡ് മാറാൻ വേണ്ടിയിട്ടൊരു കമ്മൽ വാങ്ങിച്ചിട്ട് 10 രൂപയുള്ള കമ്മലിൻ്റെ വില, കുഞ്ഞൊരു സ്റ്റഡ്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരികയാണ് കേട്ടോ. ഞാൻ ഈ ജ്യൂസും പിടിച്ചിട്ട് വേറെ ഒന്നും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി, കാരണം എല്ലാ അപ്പുക്കുട്ടൻ്റെയിൽ ഏൽപ്പിച്ച് ഈ ജ്യൂസ് ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കുകയാണ് കേട്ടോ. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ ഹോസ്റ്റലിലേക്ക് തിരിച്ച് വന്നപ്പോൾ കുരങ്ങൻ ഞങ്ങളുടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഞാനതിനെ ഫോളോ ചെയ്ത് പിന്നാലെ പോയി. ഭാഗ്യം എന്തോ ഭാഗ്യത്തിന് തിരിച്ച് വന്നില്ല, അല്ലെങ്കിൽ ജ്യൂസ് അത് കുടിച്ചേനെ. അങ്ങനെ അത് ഫ്രണ്ടിൽ പോകുമ്പോൾ അപ്പുറത്തുനിന്നൊരു കൊച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനതിനെ വിളിച്ചു, അത് കണ്ടില്ല കൊച്ച് കുരങ്ങൻ വരുന്നത്. പുള്ളിക്കാരി പെട്ടെന്ന് പേടിച്ച് അങ്ങോട്ട് കയറിയിരുന്നു കേട്ടോ. കുരങ്ങൻ നൈസായിട്ട് അങ്ങ് നടന്നു പോണ്ടായിരുന്നു. മുകളിലേക്ക് നോക്കിയപ്പോൾ ഫുള്ള് കുരങ്ങന്മാരാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ജോസുവിനെ വിളിച്ച് അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. ഞങ്ങൾ പെട്ടു ഗൈസ്, കുരങ്ങന്മാർ കാരണം. നീ എങ്ങനെ ഇത് കൊണ്ട് റൂമിൽ കയറണം ഞങ്ങൾക്ക് അറിയില്ല ഗൈസ്. ഞങ്ങൾ എന്ത് ചെയ്യും ഗൈസ്?